ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു ഇലയുടെയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നേന്ത്രപ്പഴം അധികം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള 4 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ സാധാ പുഴുങ്ങിയെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം അതൊന്ന് ആറിയതിന് ശേഷം നമുക്കതിനുള്ളിലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു നാരുമാതിരിയുള്ള ഒരു സംഭവം, അത് നമുക്കതിന്ന് ഒന്ന് മാറ്റിയെടുക്കണം. അത് കുട്ടികൾക്ക് ചിലപ്പോൾ അതിൽ കിടക്കുമ്പോൾ അത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. അപ്പോൾ അത് ഒന്ന് നടുവൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ നാരുകളൊക്കെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പഴത്തിൻ്റെയും ആ നടുവിൽ ആ നാരുകളൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്നൊരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിയാട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 കപ്പോളം ഒരു മൈദയും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മൈദ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എത്രയാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ കുറച്ച് തന്നെ മൈദ ഇടുന്നുള്ളൂ കേട്ടോ. 1/2 കപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് വരുമ്പോൾ നന്നായിട്ടൊരു മയമൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മൈദ അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു സ്പൂണോ കയ്യോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ആ പഴത്തിലുള്ള ആ ഒരു വെള്ളം കൊണ്ട് തന്നെ അത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ തോന്നും അത് വെള്ളം ആവശ്യം ഉണ്ടാവുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് നമുക്കത് പാകത്തിന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എന്താട്ടോ അതേപോലെ നന്നായിട്ടൊന്നതൊന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒട്ടിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി 1 സ്പൂണ് നെയ്യും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കുക. ഇനി അതിലേക്ക് ഞാൻ നടുവിൽ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നടുവിലൊരു മിക്സ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് തേങ്ങ എടുത്ത് ഒരു 2 അച്ച് ശർക്കര എടുത്ത് അതൊന്ന് ഞാനൊന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട്. പാനി എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ ശർക്കര ഇട്ടിട്ട് അതൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര അങ്ങനെ ഇട്ടാലും മതി. ഞാനിവിടെ പക്ഷേ വെള്ളം കൂടുതലാവരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക. അതും കൂടെ ഞാൻ ഈ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു തുള്ളി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ വാഴയിലയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇല എടുത്ത് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ അടയ്ക്കൊക്കെ പരത്തും പോലെ തന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ പരത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പരത്തി എടുത്താൽ മതി. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ ശർക്കരയും കൂട്ടിയിട്ടുള്ള ആ മിക്സും കൂടെ നടുവിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ മോൾക്ക് അധികം മധുരം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ മിക്സ് നടുവിൽ നന്നായിട്ട് നല്ല ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടയൊക്കെ മടക്കുന്ന പോലെ തന്നെ അത് നന്നായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അടയൊക്കെ വേവിച്ചെടുക്കും പോലെ അതൊന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇല ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇല ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് കയ്യിലൊരു എണ്ണയോ എന്തെങ്കിലും തടവിയതിന് ശേഷം മാവൊന്ന് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ചിട്ട് ആ ചുറ്റുപുറം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു ചെമ്പിൽ വെച്ചിട്ട് ഇതേപോലെ ആവി കയറ്റി എടുത്താലും മതി. അങ്ങനെ ഇല ഇല്ലെങ്കിലും ഇതുണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഉണ്ടാവുക കാരണം ഇല വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പഴം ഇലയുടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നേന്ത്രപ്പഴം അങ്ങനെ കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വിഭവവും വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.